I'm very glad this day happened in this way. Hi, Merry Christmas to all. അപ്പോൾ ദേ നമ്മുടെ ക്രിസ്മസ് വ്ലോഗാണിത്. നമ്മൾ അടിപൊളിയായിട്ട് ക്രിസ്മസിന് ആഘോഷിക്കാൻ പോവാണ്. ഇന്ന് ഇവിടെ 25-ാം തീയതിയാണ്. നിങ്ങളൊക്കെ ഏറെക്കുറെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് നേരം വെളുക്കുന്ന ടൈമിലാണ് ഇവിടെ, അല്ല നിങ്ങൾക്ക് രാത്രി ആവുന്ന ടൈമിലാണ് ഇവിടെ നേരം വെളുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദേ ഇപ്പോഴാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓൾറെഡി മരിയ ഉണ്ട്, പൂജയുണ്ട്, അജയ് ഉണ്ട്, അതുപോലെ തന്നെ അമ്പാടി ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. അമിത് വരും, കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇന്നൊരു ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അയച്ചു വെച്ച് ഒരു കംഫർട്ടബിൾ ഡ്രസ്സിലേക്ക് മാറട്ടെ, എന്നിട്ടാണ് നമുക്ക് കുക്കിംഗ് പരിപാടി തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ പരിപാടി തുടങ്ങുവാണ്. ഇന്നിപ്പോൾ എത്ര മണിയായി? ഉച്ചയ്ക്ക് 12:30 പക്ഷേ എന്തായാലും നമ്മൾ ക്രിസ്മസിൻ്റെ പരിപാടി ഇപ്പോൾ തുടങ്ങുവാണ്. അത് അമിത്, ഇത് അമ്പാടി. ഒരാൾ നുള്ളി എരിയുന്നു, ഒരാൾ ചിക്കൻ വെട്ടുന്നു. ഉള്ളി എരിയുന്നു, ചിക്കൻ വെട്ടുന്നു. ഒരു പണിയെടുത്തോണ്ടിരിക്കാൻ ഞാനും വേറെ ജോയിൻ ചെയ്യട്ടെ കേട്ടോ. യൂഷ്വലി വീട്ടിലൊരു പരിപാടി വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് എല്ലാ പരിപാടിയും ഞാനായിരിക്കും. പക്ഷേ ഈ ഒരു പ്രാവശ്യം ഈ രണ്ടാൾക്കാരെ എൻ്റെ ഇടം വല്ല നിന്ന് മാറാതെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമായിട്ട് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഐ വാസ് നോട്ട് ടയർഡ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ. എല്ലാവരും കൂടെ കൂടി കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല ബഹളമായിരുന്നു വീട്ടിൽ. ബട്ട് ഐ വാസ് റിയലി എൻജോയിങ് ഇറ്റ്. ഇന്ന് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഫുഡ് തെറാപ്പി അഥവാ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഐറ്റത്തിൽ നിന്നാണ്. നല്ല മേലനങ്ങി പണിയുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മസാജസും കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആനന്ദമാണ്. അതേ ആനന്ദമാണ് എന്നെ കൊണ്ട് ഇത് മേടിപ്പിച്ചത്. ബട്ട് ഈ സാധനം ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇതിങ്ങനെ കാലിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുമ്പോൾ കറണ്ട് കയറി പോകുന്ന ഒരു വിനോദമാണ്. ഇതൊന്നും അറിയാതെ ഞാൻ എന്തായാലും വാങ്ങിച്ചു. ഞാനത് അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്കും കൂടെ കൊടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാവരും കയറ്റി നിർത്തി അതൊന്ന് അവർ എൻജോയ് ചെയ്യുന്നത് കണ്ട് ഞാനും ഒന്ന് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ഞാനൊരു സാഡിസ്റ്റ് ചിന്താഗതിക്കാരിയാണെന്ന്. ഏയ്, ഒരിക്കലല്ല. വെറുതെ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. എങ്ങനെയാണ്? രസല്ലേ? എൻജോയ്. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തന്നില്ല എന്ന് പറയരുത് കേട്ടോ. ഇതാണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. ഇവിടെ പറഞ്ഞ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. പൂജ മേക്കിംഗ് റൊട്ടി. നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് റെഡി ആയിട്ട് വരാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 4:30 ഹിയർ. കണ്ടോ, ലൈറ്റൊക്കെ പോയി തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് വിചാരിച്ചപ്പം കുളിക്കണ്ട, തല നനയ്ക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ തലയാണ് നനച്ച് കുളിച്ച് പിന്നെ അത് ഉണക്കി സെറ്റൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഇത്ര സമയം വൈകി. അപ്പോൾ നമുക്ക് കാണണ്ടേ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയേക്കണമെന്ന് കാണണ്ടേ. ചിക്കൻ കറി, ചപ്പാത്തി, പ്രോൺസ് കറി, കേക്ക്. അത് ഞാൻ വീട്ടിൽ ബേക്ക് ചെയ്ത കേക്ക്. പിന്നെ മോര് കറി. പിന്നെ ഇത് പനീർ ബട്ടർ മസാലയാണ്. അത് ഞാൻ ഇടയ്ക്ക് തുറന്ന്. ആരെങ്കിലും ഒന്ന് തുറക്കടേ. ഓക്കെ, അത് പനീർ ബട്ടർ മസാലയാണ്. പിന്നെ ചോറ്. Where are you going looking sexy? Going to eat. Going to eat? Eat. How are you? I'm good. How are you? I am good as well. Amit, ready to eat? അമ്മാടി എന്തിടാ ഇവിടെ ഉണ്ടല്ലേ? എടാ പൂജ എന്തിടാ? പൂജനെ കാണുവാനില്ല ഗൈസ്. പൂജ ഈസ് ഹിയർ. ഹായ്. നല്ലോണം നേരെ വൈകിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആർക്കും വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. എല്ലാവരും തന്നെ ഓടിപ്പാഞ്ഞു വന്ന് ഫുഡൊക്കെ എടുത്ത് കഴിച്ചിടും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബട്ടർ പനീർ മസാല, പിന്നെ പ്രോൺസിന്റെ ഇത് മസാല, പിന്നെ ചപ്പാത്തി. വെള്ളം കണ്ട് എല്ലാവരും വെള്ളം ഇറക്കിക്കോ. ഞാനത് തിന്നിട്ട് വരാട്ടോ. മസാല എന്നൊന്നും പറയാനുള്ളൊരു ക്ഷമ പോലും എനിക്ക് കിട്ടണില്ല. എൻ്റെ വയറ് തന്തയ്ക്ക് നളകെ കിടന്ന് നന്നായിട്ട് വിളിക്കണ്ടായി. രാവിലത്തെ ഉച്ചക്കത്തെ വൈകുന്നേരത്തെ കൂടെയുള്ള തീറ്റയാണ് ഈ തിന്നണത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഒരുപാട് നാളായി എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ട്. ആൻഡ് ഈ ദിവസം എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു ജോയ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഞാൻ ചിരിച്ചു കുറേ നാളുകൂടി. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഡൂയിങ് ദിസ് പാർട്ടി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെയായി. രാവിലെ തൊട്ടുള്ള ഭക്ഷണമാണല്ലോ ഈ കഴിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് കുറേ കഴിച്ച് എല്ലാവരും ടയർഡായി. റമ്മിൽ നല്ല സോക്ക് ചെയ്ത് വെച്ചേക്കണ കേക്ക് റെഡിയാണ് തിന്നാൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ?
ഇന്നലെ ഉണ്ടാക്കിയ സാമ്പിൾ കൊടുക്കട്ടും പുള്ളിക്കാരൻ തന്നെയാണ് തിന്നു തീർത്തത്. കാഴ്ചയിൽ വലിയ പുള്ളിയാണെങ്കിൽ എൻ്റെ അമ്പാടിക്ക് ഒരു 21 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പുന്നാരനാണ് അവൻ. അതുപോലെ തന്നെ അവനും അവരോട് നല്ല സ്നേഹമാണ്. എന്നെ അന്വേഷിച്ചില്ലെങ്കിൽ അവൻ അന്വേഷിച്ച് വിളിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും. ഒരു ബാച്ച് ഉണ്ടാക്കി 2 കേക്കാക്കി ഞാൻ ബേക്ക് ചെയ്തതിൻ്റെ ഒരു കേക്കാണ് ഇന്ന് ഞാൻ കട്ട് ചെയ്തത്. ബട്ട് എന്തോ ഇന്നലെ കഴിച്ച കേക്കിനേക്കാളും വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്നത്തെ കേക്ക്. ഇന്നത്തെ കേക്ക് കുറച്ചുകൂടെ ഡെൻസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണത് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദ ലാസ്റ്റ് വൺ വി ഹാഡ്. ലാസ്റ്റ് വൺ ശരിക്കും നല്ല അടിപൊളി പ്ലം കേക്കായിരുന്നു. ബട്ട് ഇത് കുറച്ച് ഡെൻസായിപ്പോയി, കുറച്ച് കട്ടിയായിപ്പോയി ഇതിന്. ഇത് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ കേക്കൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഡെസേർട്ടും. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ ക്രിസ്മസ് ട്രീൻ്റെ താഴെ ഒരുപാട് ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോ സർപ്രൈസ്ഡ് ടു സീ ഓൾ ഓഫ് ദം. എല്ലാവർക്കും വാങ്ങിയ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ക്രിസ്മസ് ട്രീൻ്റെ താഴെ ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചപ്പോൾ ശരിക്കും നിറഞ്ഞത് എൻ്റെ മനസ്സാണ്. ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊരു സ്റ്റാർ നോക്കിയിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറ്. കുറച്ചുകൂടെ വലുതായപ്പോൾ എൻ്റെ കൂട്ടുകാരി അലച്ചിയുടെ വീട്ടിലായി ക്രിസ്മസ് സെലിബ്രേഷൻ. 24-ാം തീയതി പോയി കരോളിനൊക്കെ കൂടി പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചിട്ടേ വരത്തുള്ളൂ ഞാൻ. തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂട്ടുകാരി മീറിൻ്റെ വീട്ടിലും കയറും. മിനിയാൻ്റിയുടെ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അല്ലാൻ്റിയുടെ അടുത്തുനിന്ന് ലഞ്ചും കഴിച്ചിട്ട് വീട്ടിലേക്ക് അമ്മയ്ക്ക് ഇച്ചിരി പൂത്തുകറിയും കൊണ്ട് ചെല്ലും. കാനഡയിൽ വന്ന ആദ്യത്തെ കുറച്ച് വർഷം ക്രിസ്മസ് ഒക്കെ എനിക്ക് വെറും റെഗുലർ ഡേ ആയിരുന്നു. ഷിഫ്റ്റ് കിട്ടിയാൽ എന്തായാലും പോകണം, ഡബിൾ പേ ഉണ്ടേ. ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് ഞാൻ ഈ ആഘോഷിക്കാതെ പോകുന്ന പ്രൈസുകളിലൊക്കെ എൻ്റെ ക്രിസ്മസ് വെറും ശൂന്യമാണ്. So I started creating memories and thank you so much for all who came and joined me today. അപ്പോൾ ഗൈസ് എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി സമ്മാനദാനം ആവാം. फोटो में आओ, कैमरा में देखो. You are in recording. Maria and Elizabeth. Okay, Merry Christmas. ഇതിനൊക്കെ എന്നാ മേടിക്കണമെന്ന് എനിക്ക് അറിയാമെന്ന് വാങ്ങിച്ചിരുന്നു. ഓക്കെ, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. താങ്ക് യു. ഓക്കെ, അജു. Oh, wow. Thank you. Yeah. Buddy. Hi. Thank you. Okay. അനഘയ്ക്ക് വിറ്റു അല്പം കൂടാനാണോ? I think cake is hitting me. छोटा सा मिलता है. Really? ഇത് ഒറ്റയില്ല, പക്ഷേ ഒരു എനർജി ഉണ്ട്. Merry Christmas to all. അമ്മ നീ ഇതെനിക്ക് തൂക്കിയതാണോ? അല്ല. You have to. At least you have a little bit of You have to plan your time. എല്ലാവരും കിട്ടിയപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഗിഫ്റ്റ് എല്ലാം തുറന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ഗിഫ്റ്റ് റാപ്പിങ്ങും തുറക്കലും എല്ലാം കൂടെ കൂടി. എനിക്കാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയത് ഇന്ന്. അമ്പാടിയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബ്രാൻഡൊക്കെ പുള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോ സർപ്രൈസ്ഡ് ടു സീ ഓൾ ഓഫ് ഇറ്റ്. പിന്നെ എനിക്ക് പെഡിക്കറും മാനിക്കറും ചെയ്യാനായിട്ട് ക്യാഷ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഷൂ കിട്ടി, ഹ്യൂമിഡിഫയർ കിട്ടി, ഡ്രീം ക്യാച്ചർ കിട്ടി, പാവ കിട്ടി, കമ്മൽ കിട്ടി, ക്ലിപ്പ് കിട്ടി, ഒരുപാട് സാധനങ്ങൾ കിട്ടി എനിക്ക് ക്രിസ്മസിന്. I was so happy and thank you so much for all of you for making this happen and giving me all of these gifts. അയ്യോ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനം മറന്നുപോയി. ഇതാ സൈഡിലിരിക്കുന്ന കണ്ടോ, ഇക്കടോട്ട്, അതൊരു അലക്സയാണ്. അത് എനിക്ക് ക്രിസ്മസിനെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാവ. നല്ല രസമല്ലേ? ആദ്യം കണ്ടപ്പോൾ മുതലാണെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഡോൾഫിനാണെന്ന്. ഇതൊന്നുമല്ല, വേറെ എന്തോ ഒരു ഐറ്റാണെന്ന് അമ്പാടി പറഞ്ഞു. അതിൻ്റെ പേരും പറഞ്ഞു തന്നു. ബട്ട് മുടുക്കിയാൽ ഞാനത് മറന്നുപോയി. അപ്പോൾ എന്തായാലും ആ സാധനം എനിക്ക് കിട്ടിയതാണ്. സോ നമ്മൾ ആസ് യൂഷ്വൽ അമിത് പോകണ തന്നെ ഓർഡർ എടുക്കാൻ മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മെരി ക്രിസ്മസ് പറയാൻ പോണ. 1, 2, 3 മെരി ക്രിസ്മസ്. മരിയെ കൊച്ചു പോവാണ്. ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ തന്നെ നാളെ ജോലി ഉള്ളതുകൊണ്ട് മരിയെ കൊച്ചു പോവാണ്. മരിയെ കൊച്ചു സാഡ് അബൌട്ട് ദാറ്റ്. അപ്പം നമ്മളിതേ മരിയനെ കൊണ്ടുപോയിട്ടിട്ട് ഒരു ടിം ഹോർട്ടൻസിൽ വന്നതാണ്. മരിയയ്ക്ക് ആയിരുന്നു ആക്ച്വലി കോഫി വേണ്ടിയിരുന്നത്. ബട്ട് കോഫി കിട്ടിയില്ല. ആ സമയത്ത് നമ്മൾ എന്തായാലും ഒരു കോഫി അടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ വന്നിരിക്കുവാണ് ടിം ഹോർട്ടൻസിൽ വന്ന്. നമുക്ക് നാളെ ഇതായിട്ടെല്ലാം പൊട്ടിച്ച് പളിസായില്ലേ, അത് റീസ്റ്റാർട്ട് ചെയ്യണ്ടേ. ഈ കൊല്ലം കാനഡയിൽ ഞാൻ വന്നിട്ട്
എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് മനസ്സ് നിറഞ്ഞ ആഘോഷിച്ച ഒരു ക്രിസ്മസാണ്. നമ്മളിവിടെ നമ്മൾ വിളിച്ച് എല്ലാവരും വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സൊക്കെ കൊടുത്ത്. ആദ്യമായിട്ടാണ് എനിക്ക് ക്രിസ്മസിന് ഇത്രയും ഗിഫ്റ്റൊക്കെ കിട്ടണത്. ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. എന്താ ഞാൻ പറയുക, എനിക്ക് ഇന്ന് ഇവിടെ വന്ന അമിത്തിനും മരിയയ്ക്കും അജയ്ക്കും പൂജയ്ക്കും എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ അമ്പാടിക്കും എല്ലാവർക്കും താങ്ക്സ്. ബിക്കോസ് എവ്രിബഡി ബീങ് ഹിയർ ജസ്റ്റ് ആഡഡ് അപ്പ് മൈ ജോയ് മോർ. ആൻഡ് വാട്ട് ടു സേ, thank you, thank God for giving me a good day. I really needed this good day, so I'm very grateful about today. Because ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്, ഈ ഒരു വിൻ്റർ തുടങ്ങിയ ശേഷം വിഷമിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് എന്താ പറയുക, it just boosted my energy so much, and I'm very glad this day happened in this way. ആൻഡ് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണം. നിങ്ങളുടെ ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ, ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. വൺ ഡേ everything will fall on place and everything will be coming to your way. Because അങ്ങനെയാണ്. എവറി ടൈം there won't be sadness. God is not that cruel. എപ്പോഴും നമുക്ക് തോന്നില്ല എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെയാണ്. ചിലപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ മാത്രം ആയിരിക്കില്ല, നമുക്ക് അതല്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളത് മറന്നു പോകണയാണ് അറിയാനും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വലിയ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ഡ്. പിന്നെ വേറെ എന്താ, അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.